18 പെട്ടെന്ന് പറയില്ലേ. അപ്പം നമ്മൾ വീട്ടിൽ പോയിട്ടാ. അപ്പോൾ ഈ പ്രാവശ്യം എന്നിട്ട് പറയാ കുറച്ച് വൈകിട്ടാണ് എൻ്റെ ഈ ജോലി എന്നെ തേടി എത്തിയത്. ഞാൻ വെറുതെ പ്രത്യേകതയും തേരും പബ്ലിക്ക് ഇപ്പോൾ. പക്ഷേ എല്ലാ വട്ടത്തേക്കാളും കൂടുതൽ ചില സമയത്ത് ഇതേപോലെ നിറച്ചുണ്ടാവും. മെസ്സിക്കൂട്ട ഒരു നാളികേരം കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നോക്കിയാ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വയോട്ടാ. ഇന്ന് നമുക്കുണ്ടല്ലോ തെങ്ങ് കയറാൻ വരുന്ന ദിവസമാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ എല്ലാ പണികളും കഴിക്കുകയാണ്. അതായത് സാധാരണ 2-3 തരം കറികളൊക്കെ ഒന്ന് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ ഇടിയഞ്ചാക്ക വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചു. പിന്നെ നമ്മുടെ കുമ്പളങ്ങ കേട്ടോ, കുമ്പളങ്ങ ആയി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ചിക്കൻ വെക്കാനായിട്ട് നമ്മൾ കലം കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ ഒഴിച്ചു കൊടുക്കട്ടെ ചൂടാവാൻ വേണ്ടിയിട്ട്. നമ്മുടെ കുമ്പളങ്ങ ഇതാ വെന്തിട്ടുണ്ട്. കുമ്പളങ്ങ ഞാൻ എന്താ പറയുക, കുമ്പളങ്ങ കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇന്ന് കുമ്പളങ്ങ വെച്ചിട്ടുള്ളത്. കുറേ ചാറിലൊന്നല്ല വെക്കണേ. കുറച്ച് കുമ്പളങ്ങ നുറുക്കി അതിൽ കുറച്ച് എന്താ പറയുക പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ കൂടി ഇട്ടിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചു. എന്നിട്ട് ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് നാളികേരം പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നാളികേരം പാൽ ഒഴിച്ചിട്ട് ഇനി തിളപ്പിക്കുക ഒന്നും ചെയ്യില്ല. കണ്ടോ, നല്ല രസമാണ് ഇങ്ങനെ. കണ്ടോ, ഇതേപോലെ ചോറിൽ ഒഴിച്ചിട്ട് കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതിൽ വന്നിട്ടാണെങ്കിൽ നമുക്ക് ഉള്ളി ഒന്ന് കാച്ചി കൊടുക്കട്ടെ. ഞാൻ ഇത്രയേ ഉള്ളൂ. നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്യാണ്, കാരണം തിളയ്ക്കാൻ പാടില്ല. ഈ ഇതിൻ്റെ ചെറിയ ചൂടുണ്ടല്ലോ, ആ ചൂട് മാത്രം മതി. ഇടിയഞ്ചക്കം പിന്നെ ഇന്നലെ നമ്മൾ ഒരെണ്ണം ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി വയ്ക്കുള്ളൂ, പകുതി നിർത്തിക്ക് വെച്ചു. സാധാരണ അതേപോലെ കൊത്തി നുറുക്കി വെക്കണം കേട്ടോ. നമ്മൾ ചിക്കൻ വയ്ക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ചൂടായി വന്നപ്പോൾ നോക്കിയാൽ ഒരു 3 ഏലക്കായ, ഒരു ചെറിയൊരു കഷ്ണം കറുകപ്പട്ട, പിന്നെ ഇതാ ഒരു 5-6 കുരുമുളക് മുഴുവനോടെ ഉള്ളത് ഇട്ട് കൊടുക്കാൻ. ഇട്ട് കൊടുത്തതാ നമ്മുടെ കുരുമുളകൊക്കെ ഒന്നായി വരുന്ന സമയത്ത് ഇതാ ഞാനതിൽ കുറച്ച് കൂടുതൽ സബോള തന്നെ ഇടുന്നുണ്ട് കേട്ടോ. നല്ല ചെറുതായിട്ട് കാരണം കുറച്ച് നുറുക്കിയിട്ടുള്ള സബോളയാണ്. ഞാനൊരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതാ ഒരു 6 സബോള നല്ല കാരണം കുറച്ച് നുറുക്കിയിട്ടുണ്ട്. നമ്മൾ സബോളയൊക്കെ ഇട്ടിട്ട് നോക്കിയാൽ ഇതേപോലെ ഒരു ചെറിയൊരു ഗോൾഡൻ കളർ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ സബോള കടിക്കുമ്പോൾ നല്ലൊരു മധുര രസമായിരിക്കും. അതുവരെയാണ് നമ്മൾ ആക്കിയെടുക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില വെറുതെ നടുങ്ങനെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു എരിവിനനുസരിച്ച് ഒരു 4 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് വഴറ്റി വരെ വേണ്ടോ, കൂടുതൽ ആവൊന്നും വേണ്ട. കാരണം നമുക്ക് ഈ സബോളയുടെ ആ മധുരരസമാണ് നിൽക്കേണ്ടത്. ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ടതാ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ച് നമുക്ക് പൊടികളിടാം. നമ്മൾ എരിവൊക്കെ അവരാരും ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടുള്ളൂ. ഞാനിതാ ഒരു 1.25 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. കാരണം നമ്മുടെ വീട്ടിലത്തെ മുളകാകുമ്പോഴേ നല്ല എരിവുണ്ട്. പിന്നെ ഇതാ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ നമ്മൾ വീട്ടിലൊക്കെ പൊടിക്കണ ഗരം മസാല ഉണ്ടല്ലോ അതിതാ 1 ടീസ്പൂൺ. പൊടികളൊക്കെ ഇട്ടിട്ട് നോക്കിയാൽ പൊടികളിൽ ആ പച്ചകുത്തൊക്കെ പോയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചിക്കനിൽ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ചെറുനാരങ്ങയുടെ നീര്, കുറച്ച് കറിവേപ്പില കൂടിയിട്ട് നന്നായിട്ട് തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ. ഈ ചിക്കനിൽ നന്നായി ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടിട്ടില്ലേ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഉപ്പിടാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. ഇനി നമുക്കൊന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനിൽ വെള്ളം ഒഴിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് ചിക്കൻ അടിയെ പിടിക്കുക ഒന്നുമില്ല. തീ കുറവിൽ വെച്ചിട്ട് നമ്മളൊന്ന് ചെയ്താൽ മതി. അപ്പം തന്നെ ഇതിൽ വെള്ളം വരും കേട്ടോ. നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ചിക്കൻ ഇവിടെ ഇരുന്ന് വേവട്ടെ. നമ്മുടെ ചിക്കൻ വേവുമ്പോഴേക്കും നമുക്ക് എന്താ പറയുക, നമ്മുടെ കുമ്പളങ്ങ കറിയിലേക്കുള്ള കുറച്ച് ഉള്ളി കാച്ചണം.
പിന്നെ നമ്മുടെ എന്താ പറയുക പെട്ടെന്ന് വായിലൊന്നും വരുന്നില്ല. നമ്മുടെ ഇടിയൻ ചക്കയുടെ എന്താ പറയുക മെഴുക്ക് പൂട്ടിയാണ് ഉണ്ടാക്കണേ. അപ്പം അതും ആക്കിയെടുക്കാം. നമ്മൾ ചിക്കൻ വയ്ക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. നോക്കി മൂടി തുറക്കുമ്പോൾ ഉണ്ട്. ഈ വെള്ളം മതിയിട്ട് നമ്മുടെ ചിക്കൻ വേവാനായിട്ട്. അപ്പോൾ അത് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് തീ കുറവിൽ വെച്ച് വേവിച്ചെടുക്കണം. കാരണം ഈ വെള്ളത്തിൽ വേണമല്ലോ വേവാനായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ തീക്ക് നന്നായി കുറവിൽ തന്നെ വെച്ചിട്ട് വേവിക്കാൻ പറയണേ. നമുക്കുണ്ടല്ലോ ഇതാ തുറന്ന് നോക്കാം. നോക്കിയേ നമ്മുടെ ചിക്കൻ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോക്കിയേ ഇളക്കുമ്പോൾ നോക്കിയേ ചെറുതായിട്ടൊരു ഗ്രേവി, അത്രേ ഉള്ളൂ. കൂടുതലൊന്നും ഉണ്ടാവില്ല. നമ്മുടെ കഷ്ണത്തുമ്പോൾ ഇങ്ങനെ ഓരോ കഷ്ണം എടുക്കുമ്പോഴും കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ഗ്രേവി, ആ രീതിയിലാണ്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാണ്ട്, ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക. എത്രയോ വേണ്ടോ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൂടി തന്നെ വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കഴിക്കാനെടുക്കുമ്പോൾ നോക്കിയപ്പോൾ ഒരു പ്രത്യേക മണമൊക്കെ ഉണ്ടാവും. ആ കുരുമുളകിൻ്റെയും മസാലയുടെയും ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. മൂടി വെച്ച് തീ ഓഫ് ചെയ്തു. അങ്ങനെ നമ്മുടെ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി പുറത്തെ കാര്യങ്ങൾ. അപ്പോൾ നോക്കിയാൽ നമ്മുടെ എന്താ പറയുക ഇടിയൻ ചക്കത്തോരനും കുമ്പളങ്ങ കറി കണ്ടോ. പിന്നെ ചിക്കൻ നോക്കിയാൽ മൂടി വെച്ചിട്ട് നോക്കുമ്പോൾ നോക്കിയാൽ നല്ല മണമായിട്ടപ്പോൾ തുറക്കുമ്പോൾ. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് തെങ്ങ് കയറാൻ വരുന്ന ദിവസമാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ചട്ടികളൊക്കെ വേഗം നീക്കി കൊടുക്കട്ടെ. കൂടുതൽ ചട്ടികളിൽ മാറ്റമുള്ള കാരണമാണ് നമ്മൾ ആളോട് തലേദിവസം തന്നെ വരുന്ന കാര്യം പറയണതേ. ടൈസും കൂട്ടാ അവൻ എന്നെ ചുറ്റിപ്പറ്റി നടക്കുക. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ തെങ്ങിൻ്റെ അടിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക കണ്ട ഇതേപോലെയാണ് തെങ്ങുമ്പോൾ ഇപ്പോൾ ഈ വട്ടം പട്ടകളൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നത്. അപ്പോൾ കുറേ കൂടുതലുണ്ട്. അപ്പോൾ അത് വീഴണ ആ ഒരു സ്ഥലം നോക്കി ബാക്കി ഉള്ളത് മാത്രമായിട്ട് നമ്മൾ മാറ്റി കൊടുക്കുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വട്ടം ഒരു 3 മാസം കൂടുമ്പോഴാണല്ലോ നമുക്ക് നാളെ തെങ്ങ് കയറാൻ വരാറ്. ഈ പ്രാവശ്യത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസം ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും കൂടുതൽ ഉണ്ടാവാൻ തന്നെ അത് കാരണമാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ കാർപ്പുറച്ച്, അതായത് നമ്മുടെ പണി നടക്കുന്ന ഈ സിമെൻറ്റ് ചാക്കും ഒക്കെ നനയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഈ കാർപ്പുറത്തിൽ കൊണ്ടുവന്ന് വെച്ചോണേ. അപ്പോൾ അത് കാരണം ചട്ടികൾ വെക്കാൻ തന്നെ ഇത്തിരി സൗകര്യം കുറവാണ്. ഈ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് വെച്ച് ഇത് വലിയ കാര്യമായിട്ട് നാളെ വെക്കില്ല. എന്നിട്ട് അമ്മ വിളിച്ചു തുടങ്ങി. ഞാനിവിടെ തകർച്ചേട്ട അപ്പ അവനെ വിളിച്ചു തുടങ്ങി. ഇത് നമ്മുടെ ചോള, നമ്മുടെ കോഴികൾക്കുള്ളത് ഇതാണ്. അപ്പോൾ കോഴിക്കൊണ്ട് പണി നടക്കണ കാരണേ ഇത് അവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റിയിട്ടില്ല. അതൊക്കെ ഇവിടെ വെച്ചോടെ. പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കാണ്ടിട്ട് ഞാനിങ്ങനെ ചട്ടികളൊക്കെ എടുത്ത് നീക്കി വെക്കുമ്പോൾ. പക്ഷെ നമ്മുടെ ഈ ചട്ടികളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ മണ്ണിട്ടിട്ടല്ല വെച്ച് നോക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറവാണ്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നീക്കി വെച്ചിട്ടൊക്കെ ആയിട്ട് അതൊരു ശീലമായി. നമുക്കങ്ങനെ കുറേ വെയിറ്റുള്ള പോലെ അങ്ങനെയൊന്നും തോന്നില്ല കേട്ടോ ചട്ടി നീക്കുമ്പോഴേ. ഇവിടുത്തെ കഴിഞ്ഞു കുറച്ച് ഇവിടെ കുറച്ച് അവിടെയായിട്ട് ഒതുക്കി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. അവിടുത്തെ തന്നെ ഇട്ട് കൊടുക്കട്ടെ. നമ്മുടെ പേളിക്കുട്ടി ഉണ്ടാക്കി ചുറ്റുപട്ടാറുള്ള പോലെ നാളികേരം കുടിക്കണ കൊണ്ടുവരിക. അവർക്ക് എന്തെങ്കിലും കടിക്കണം. അവർക്ക് നാളേരൊക്കെ മുകളിൽ ഉണങ്ങിയിട്ട് വീണുണ്ടായിരുന്നു. ഇതിങ്ങനെ കടിച്ചിട്ടടിച്ചിരിക്കും. പേളിക്കുട്ടി പ്രസവിച്ചതുള്ളൂ. അവൾ കുട്ടിയാണ്. ഒരമ്മയുടെ സ്വഭാവമൊന്നുമില്ല. ഒരു അർത്ഥത്തിലായിരുന്നു മക്കളുണ്ടായില്ല.
കണ്ടോ അടിവശ ചക്കകൾ കഴിഞ്ഞിട്ടാ ഈ സൈഡിലാണ്. ഈ സൈഡിൽ നിന്നിട്ടുണ്ടെങ്കിലേ ഈ ചട്ടിയാണ് പൊട്ടില്ല. ഇതൊക്കെ നമ്മൾ പറഞ്ഞുണ്ടാക്കുന്ന ഓർത്തച്ചട്ടിയാണ്. പിന്നെ ഇതിൽ വെച്ചിട്ടുള്ള ഈ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക പട്ട വീണാലൊക്കെ ഇങ്ങനെ ശരിയുള്ള ഒടിയില്ല. അങ്ങനെ ഇതിൽ കുഴപ്പം സംഭവിക്കാറില്ല. അപ്പോൾ ഇവർക്ക് ഞാൻ മാറ്റില്ല. ഇവർ കുറച്ച് കോമ്പിൽ വെച്ചിട്ടുണ്ട്. ഈ കോമ്പിൽ മാത്രം മാറ്റി കൊടുക്കും. കാരണം നിങ്ങൾക്ക് തെറിച്ച് വീഴാം. പക്ഷേ ഇതിനെ ചുറ്റും നിൽക്കണ്ട. പിന്നെ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തെങ്ങിൻ്റെ കടയിൽ വെച്ചിട്ടായിരുന്നത് ചക്കിവേലായിരുന്നു. മുന്നത്തെ വിലയാകുമ്പോൾ കുറച്ച് പറഞ്ഞിട്ട്. പക്ഷെ മഴക്കാലത്ത് ഈ തെങ്ങിൻ്റെ അറ്ററുണ്ട്. ആ അറ്റർ വെള്ളം അങ്ങനെ വരുന്ന ഭാഗത്തെയാണ് ചക്കിവേല് പോയിട്ടുള്ളത്. ഇനിയിപ്പം മഴക്കാലത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചക്കിവേല് നമ്മുടെ വേനൽക്കാലൊക്കെ ആകുമ്പോൾ നമുക്ക് പടരുങ്ങനെ. ഇപ്പം ഈ തെങ്ങിൻ്റെ കണ്ടോ ഇവരൊക്കെ പടർന്നിട്ടുള്ളത്. ഇവരൊക്കെ ഇവിടെ നിന്ന് നേരെ ഇവിടെ ഇറങ്ങും. പക്ഷെ മഴ നിന്ന് മാത്രമായിട്ട് അതിന് ഇറങ്ങുള്ളൂ. അങ്ങനെ ആയി കഴിഞ്ഞ് നല്ല പെയ്യ. പണ്ട് വീട്ടിൽ കാട്ടിയിട്ടുണ്ട്. മഴയ്ക്ക് മുന്നേ ഒരു പരക്കും ഞാൻ കാട്ടിയതായിട്ടാണ്. എന്തായാലും തെങ്ങ് നമുക്ക് കുറേ പട്ട ഉണ്ടാവും കൊണ്ടിടാൻ സ്ഥലത്താണ്. ഒരിക്കലും കെട്ടുന്നുള്ള ഞാൻ അതേപോലെ ആ തെങ്ങിന് ചുറ്റി വെച്ചിട്ടുള്ളതും ഇതേപോലത്തെ ചട്ടികൾ തന്നെയാണ്. അവിടെ മാറ്റണ്ട. ഞാൻ സൈഡിലൊന്ന് മാറ്റി കൊടുക്കണം. നമ്മുടെ ചട്ടികളൊക്കെ എടുത്ത് വെച്ച് വിട്ട് ഇങ്ങോട്ട് നേരെ ഈ പറമ്പിലേക്ക് പോന്നു. കുറച്ച് പച്ചക്കറികൾ പൊട്ടിക്കാനുണ്ട്. അത് പൊട്ടിക്കാനായിട്ട് തെങ്ങ് കയറാൻ ചേട്ടൻ വന്നിട്ടില്ല. വരാണ്ടിരിക്കില്ല ആള്. അപ്പോൾ ഷായട്ടനാണെങ്കിൽ ഇന്ന് ഇത്തിരി ഒഴിവുള്ള ദിവസമാണ്. ആ ഒരു ദിവസം നോക്കിയിട്ടാട്ടോ ഒന്ന് നമ്മൾ തെങ്ങ് കയറാനായിട്ട് ആളെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഷായട്ടൻ താഴെ പറമ്പിൽ നമുക്ക് ഓരോ നടാനുള്ള സ്ഥലങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. സാധാരണ പോലെ തന്നെ പറമ്പിലുണ്ട് ഷായട്ടൻ. ഷായട്ടൻ്റെ അവിടെ പുല്ല് ചെത്തുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ഭാഗത്ത് കണ്ടോ നമ്മളിത് ആ പുല്ലൊക്കെ ചെത്തി നമ്മളിങ്ങനെ ഓരോന്നൊക്കെ നട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗത്ത് ഓരോ നട്ട് തുടങ്ങുമ്പോഴേക്കും തന്നെ വീണ്ടും ഇപ്പുറത്തെ സൈഡിൽ പുല്ല് വന്നു തുടങ്ങൂട്ടാ. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മൾ നിർത്താമെന്ന് വിചാരിക്കും. പക്ഷേ എന്നെ ഷായട്ടിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. നമ്മുടെ ഒഴിവിന് കുറേശ്ശെ വരെ ഭാഗങ്ങൾ ചെത്തി വൃത്തിയാക്കുക, അവിടെ എന്തെങ്കിലും നടുക, അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ട് നമ്മൾ വേറെ ആരും നിർത്താത്തത്. പിന്നെ നമ്മുടെ പേളിക്കുട്ടി നോക്കിയത് ഇവിടെ വന്ന് കിടന്നു അവള്. അപ്പം അതേ പുല്ലൊക്കെ ചെത്തി അതായത് ഇടുന്ന ഭാഗത്ത് നല്ല തണവായിരിക്കുമല്ലോ. അതേ കണ്ടോ ആളതിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ആയിട്ട് ഞാൻ നമ്മുടെ പച്ചക്കറികളൊക്കെ പൊട്ടിക്കട്ടാ. ഷായട്ടിനെ ഞാൻ അവിടെ ചട്ടികളൊക്കെ മാറ്റിയിരിക്കുന്ന സമയത്ത് ഇവിടെ എത്താൻ വന്നിരുന്നു. രണ്ടുപേരും കൂടി ഒരു പണിയിൽ നിന്നാൽ ശരിയാവില്ല. കണ്ടോ ദൂരം പാകങ്ങളാന്ന് അറിയാം. പുല്ലൊക്കെ ചെത്തി കൂട്ടിയിട്ട് നോക്കണത് ഇങ്ങനെ ഇതൊക്കെ ഷായട്ടതേ ചെത്തി കൂട്ടിയിട്ടാണ്. അപ്പം അത് കാരണം ഇത്രയും ഭാഗം വൃത്തിയായി കിട്ടിയില്ലേ നമുക്ക്. ഓരോ ഭാഗം വൃത്തിയായി വരുന്നതനുസരിച്ച് നമ്മളവിടെ എന്തെങ്കിലുമൊക്കെ നട്ട് കൊടുക്കും. അപ്പം നമ്മൾ ഒരുമിച്ചല്ല നടില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ നട്ട് അത് ഇപ്പോൾ കണ്ടോ ഇതൊക്കെ നട്ട് ഉണ്ടായി കഴിഞ്ഞോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പുല്ല് ചെത്തുന്ന ഈ ഭാഗങ്ങളിലൊക്കെ നട്ട് കൊടുക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കൂടി നമ്മൾ ചെയ്യില്ല. കുറേശ്ശെ നമ്മുടെ ആവശ്യത്തിനാണ് നമ്മൾ ചെയ്യണതൊക്കെ. നമുക്ക് ആദ്യം വഴുതനങ്ങ പൊട്ടിക്കാം. പേളിക്കുട്ടി കിടന്ന് ഉറങ്ങി നോക്ക്. പേളിക്കുട്ടി നമ്മൾ നടക്കണോടത്തേക്ക് ഒക്കെ ഒപ്പം നടക്കണം അവൾക്ക്. എന്നിട്ട് അവൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. രാത്രി ആണെങ്കിലോ അവൾക്ക് ഉറക്കം കുറവാണ്. അവളുടെ മക്കൾ ആരെങ്കിലും കൊണ്ടുപോകുന്നുള്ള ഒരു രാത്രിയും ഉറക്കം കുറവ്. പകലാണെങ്കിലോ നമ്മൾ നടക്കണോടത്തേക്ക് മുഴുവൻ പിന്നാലെ വരും ചെയ്യും. അപ്പോൾ പകലും ഉറക്കില്ല. അതാണ് ഇത്ര ക്ഷീണം അവളുടെ മുഖത്ത്. ശരീരത്തിന് ക്ഷീണമില്ല, മുഖത്ത് നല്ല ക്ഷീണം പേളിക്കുട്ടീനെ.
ഇപ്പം നമ്മുടെ ഈ വഴുതിനിങ്ങമെന്നായാലും എത്ര പ്രാവശ്യം നമ്മൾ വഴുതിനിങ്ങ പൊട്ടിച്ചോക്കണേ, ഇനി നമുക്ക് വെണ്ടക്കായ കേട്ടാ. ഇത് പിന്നെ താഴത്തുനിന്ന് തന്നെ കുഞ്ഞീടെ അരിക്കുമ്പോൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കണ്ടായിരുന്നു കേട്ടാ. ഇപ്പം നമ്മുടെ ഈ വെണ്ടക്കായമെന്നായാലും നമുക്കറിയാം പല പ്രാവശ്യം നമ്മൾ ഇതൊന്ന് പൊട്ടിക്കാൻ കിട്ടി. അധികം ഹൈറ്റൊന്നും പോകാത്തതാണ്, പക്ഷേ ചെറുതിലേ തന്നെ ഓരോ എക്കിലിങ്ങനെ ഉണ്ടായ കാരണേ നമുക്ക് പൊട്ടിക്കാൻ കിട്ടിയിട്ടാ. ഇനി നമ്മുടെ പടവലം എന്താ പറയാതെ 1-2 പടവലം. ഈ പടവലം എത്ര നാളെ നമ്മൾ പൊട്ടി തുടങ്ങിയിട്ട്. കറിക്ക് എന്താ പറയുക, പടവലം കറി വയ്ക്കണം തോന്നി കഴിഞ്ഞാൽ ഇതുകൊണ്ട് എന്തെങ്കിലും കിട്ടും നമുക്ക്. അതേപോലെ ഇത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. അധികം വലിപ്പമൊന്നും ഇല്ലാത്ത ചെറുതാണെങ്കിലും കൂടിയിട്ട് നന്നായി ഉണ്ടായി കിട്ടിയിട്ടാ. പിന്നെ നമുക്ക് ഉണ്ടായി കിട്ടിയത് തക്കാളി കുറേ വട്ടം ഉണ്ടായി കിട്ടി. ഇപ്പം തക്കാളി നമ്മുടെ വെണ്ട അതൊക്കെയും ഉണ്ടാവൽ കഴിഞ്ഞു. ഇനി അതൊക്കെ കളഞ്ഞിട്ട് ആദ്യം പുതിയ നടണം. അതേപോലെ പടവലം നമ്മൾ കളയണില്ലേ, കാരണം ഞാൻ പറഞ്ഞല്ലോ പടവലം നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ടേ. ഇപ്പം 2 പടവലം ഒക്കെ പൊട്ടിക്കാണ്ട് കണ്ടോ, അധികം നീളമില്ലാത്തതാ. എന്നും വന്ന് നമുക്ക് പൊട്ടിക്കാനുള്ള പച്ചക്കറി കിട്ടും. ആ രീതിയിലായിട്ട് നമ്മൾ പച്ചക്കറി നട്ടിട്ടുള്ളത്. ഞാനിപ്പോൾ ഷായിട്ട് അവിടെ കളിക്കുമ്പോൾ പറഞ്ഞില്ലേ, ഒരു ഭാഗത്ത് നമ്മൾ നടും, അത് ഉണ്ടായി തുടങ്ങുന്നതോടുകൂടി അടുത്തൊരു സ്റ്റെപ്പ് വെച്ച് കൊടുക്കും. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എന്നും ഉണ്ടാവേ പൊട്ടിക്കാനേ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിത് വഴുതനയും പടവലയും പൊട്ടിയിട്ടുള്ള കഴിഞ്ഞാൽ നമ്മളൊരു പൂവങ്കായ നിൽക്കുന്നുണ്ട്. ഒരു പൂവങ്കായ നമ്മൾ വെട്ടിയെടുക്കുന്നുണ്ട്. നമ്മൾ കാട്ടിത്തരാട്ടെ പൂവങ്കായ വെട്ടിയിട്ട് പോകുമ്പോൾ കാട്ടിയതിൻ്റെ കിളികൾക്ക് ദിനം കൊടുത്തിട്ടുള്ള പൂവങ്കായ അത് വെട്ടണേ. കുറച്ച് ഷായിട്ടം വേണം, ഞാൻ ഷായിട്ടിനെ വിളിക്കട്ടെ. ഷായിട്ടം പോന്നോട്ടെ. ഷായിട്ടാ എൻ്റെ കഴിഞ്ഞിൻ്റെ മോനുള്ള കാരനെ ഇന്ന് അവനാട്ടോ എനിക്ക് വീഡിയോ പിടിച്ചു തരണേ. ചെറിയ കത്തിയോളൂ, എന്നാലും വെട്ടാം. അതെ, കായക്കൊല വെട്ടുള്ള കാര്യം വിട്ടുപോയി. ഞാൻ അല്ലെങ്കിൽ വരുമ്പോൾ അവിടെ നിന്ന് വെട്ടോത്തി കൊണ്ടുവരാറുണ്ട്. ഇന്നത് വിട്ടുപോയി. നല്ല വലിപ്പുള്ളൊരു കൊല്ലട്ടാ. ആ, ഈ ഭാഗത്താണ് ചാളിട്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ആ വാഴക്കൂട്ടത്തിൽ പോകാനും ബുദ്ധിമുട്ടായിരുന്നു. അല്ലെങ്കിൽ ഈ ഉണങ്ങിയ വാഴപ്പട്ടൊന്നും നമ്മളിങ്ങനെ നിർത്തില്ലായിരുന്നു. സൂപ്പർ കൊലയാ, നല്ല വലിപ്പുണ്ട്. നോക്കിയേ, നല്ല കൊല. പേളി പോവാ, നടക്ക് വേലിക്കുട്ടി നടക്ക്. അയ്യോ, നമ്മൾ വീട്ടിൽ പോവാട്ടാ. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കായക്കൊല കിളികൾക്ക് തിന്നാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെ, 5-6 പടലുണ്ടായിരുന്നു കേട്ടോ. അത് അവർ ഒരു വിധം നോക്കി തിന്നിട്ട് നോക്കി അടിയിലയിൽ നോക്കിയേ കണ്ടോ. അപ്പം അവർക്ക് കൊടുത്തിട്ടാണ് നമ്മൾ ഈ പറമ്പിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടുപോകണുള്ളൂ കേട്ടാ. നമ്മൾ പറമ്പിൽ പോയിട്ട് വരുമ്പോഴേക്കും തെങ്ങ് കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവർ. ഇന്ന് ഞാനുണ്ടല്ലോ തെങ്ങ് കയറിൻ്റെ വീഡിയോ കാണിക്കുന്നുണ്ട്. കാരണം നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വട്ടം മുന്നേ ഇതേപോലെ വീഡിയോ വിട്ട സമയത്ത് തെങ്ങ് കയറിൻ്റെ വീഡിയോ കാണിച്ചോളോട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ആൾ കയറി പോണതും അതേപോലെ തന്നെ ഇറങ്ങി വരുന്നതും കാണിച്ചു തരാം കേട്ടോ.
തെങ്ങ് കയറിയ ആൾ പോയി. അപ്പോൾ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ എല്ലാ വട്ടത്തെ പോലെയല്ല, കുറച്ചും കൂടി കൂടുതൽ പണിയുള്ള പോലെയാണ് എനിക്ക് തോന്നണേ. കണ്ട നന്നായിട്ട് പട്ടയും ഉണക്കപ്പട്ടയും പച്ചപ്പട്ടയൊക്കെ ആയിട്ട് നിറച്ചുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ടല്ലോ, നമുക്കൊരു 3 മാസം കൂടുമ്പോൾ തെങ്ങ് കയറാറുണ്ട്. ഈ പ്രാവശ്യം നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയൊക്കെ ആയ കാരണം തെങ്ങ് കയറാനൊന്നും ശരിക്കും പറ്റിയില്ല. അപ്പോൾ ഒരു 6 മാസമായി. അപ്പോൾ ഈ പ്രാവശ്യം എന്താ പറയുക, കുറച്ച് വൈകിട്ടാണ് എൻ്റെ ഈ ജോലി എന്നെ തേടി എത്തിയത്. ഞാൻ പറയും തെങ്ങ് കയറാൻ വരുന്ന ജോലി എന്ന് പറഞ്ഞാൽ അത് എന്നെ തേടി വരുന്ന ഒരു ജോലിയെന്ന് പറയും. കാരണം മഴയ്ക്ക് നിൽക്കുമ്പോൾ ആളെന്നെ വിളിക്കും, വരാറായി കയറട്ടെ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ തെങ്ങ് കയറി പോയിട്ടുണ്ട്. അപ്പോൾ തുടങ്ങട്ടെ. അപ്പോൾ ഞാൻ ഇവിടെ നിന്നല്ല തുടങ്ങണേ, ഇവിടെ കിടക്കട്ടെ, ആ സൈഡിൽ നിന്നായിട്ട് തുടങ്ങാം അവിടെ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഒതുക്കി ഇങ്ങോട്ട് വരാമല്ലോ. ഇപ്പം ഇതെങ്ങനെ കിടക്കില്ലായാലും കണ്ട നന്നായിട്ട് പട്ടിയുണ്ട്. കണ്ടോ നിറച്ച് പട്ടയും നാളികേരങ്ങളൊക്കെ റോട്ടിലേക്ക് വരെ തെറിച്ച് പോയി നോക്കണേ. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ ഒരു അരുത്തുനിന്നാണ് ഞാൻ തുടങ്ങാൻ പോണത്. പട്ടയ്ക്ക് ആദ്യം കൊണ്ടേ നീക്കിടാം. നമുക്കിവിടെ ചെടിയുള്ള കാരണം ഓരോ പട്ട അങ്ങനെ പൊക്കിയെടുത്തിട്ട് കൊണ്ടിടാനേ പറ്റുള്ളൂ. അപ്പം ഇതിന് മോളിൽ കൂടെ അങ്ങോട്ട് വെച്ചിട്ട് അതിലെ വന്ന് പിന്നെ വന്നെടുക്കാം. നമ്മുടെ കുട്ടിപ്പട്ട നിങ്ങൾക്ക് ഇഷ്ടാവൂട്ടാ പട്ട കിട്ടുമ്പോൾ. മെസ്സിക്കൂട്ടം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഓരോരുത്തർ വരും പട്ടയമ്മയ്ക്ക്. എന്താ മെസ്സിക്കൂട്ടാ? എന്നാ പട്ട എൻ്റെ മക്കൾക്ക് കളിക്കാം. പട്ട കണ്ടിട്ടാണോ പേടിക്കണ്ടടാ? എന്ത് ഇങ്ങനെ വരുന്നു അമ്മേടെ അടുത്തേക്ക്? നന്നായിണ്ട്. ഇങ്ങനെ കറിയണേ. അപ്പോൾ ഇതാ ഷായേട്ടനെ എത്തിയിട്ട് എന്നെ സഹായിക്കുക. ഞാൻ പറഞ്ഞല്ലോ ഒന്ന് തെങ്ങ് കയറി വരുന്ന ദിവസം ഷായേട്ടന് ഒഴിവുള്ള ദിവസമാണ്. ഞാൻ അങ്ങടെ പട്ട വയ്ക്കുന്നിട്ട് ഷൈറ്റാ, പിന്നെ അവിടെ നിന്ന് കൊണ്ടുപോകാമല്ലോ എളുപ്പം. അവിടെ നിന്നിട്ടാ ആ ഇവിടുത്തെ പട്ടകളൊക്കെ കഴിഞ്ഞപ്പോൾ അവിടുത്തെ പട്ടയാ.
അങ്ങനെ നമ്മുടെ പട്ടകളുടെ പണികളൊക്കെ കഴിഞ്ഞു. ഒന്ന് നാളികേരത്തിൻ്റെ പണി. ഷായിട്ടും പിന്നെ പട്ട അവിടെ വെട്ടി ഒതുക്കണം കേട്ടാ. ഇനിയിപ്പോൾ ഞാൻ നാളികേരങ്ങൾ വേഗം പറക്കി കൊണ്ടുവരട്ടെ. ഒരു ചാക്ക് എടുക്കണം. ചാക്കിലായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ എളുപ്പം. അർബാനിലിട്ടാലേ നമുക്ക് ഓരോ ഭാഗത്തോടെ കള്ളികൾ ഇങ്ങനെ കയറ്റിറക്കും പോലെ അർബാന തള്ളാൻ ബുദ്ധിമുട്ടാണ്. നേരെ ചാക്കിലാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് കൊണ്ടിടാം. അപ്പം ചാക്ക് എടുക്കട്ടെ. ഓരോ പ്രാവശ്യവും തെങ്ങ് കയറാൻ വരുമ്പോൾ എനിക്ക് പല ഓർമ്മകളാണ്. കാരണം ആദ്യം ഓർമ്മ വരിക എനിക്ക് ശരിക്കും അമ്മയുടെ ആണ്. കാരണം എന്താണെന്ന് അറിയുമോ, കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇവിടെ ഇതേപോലെ തെങ്ങൊക്കെ കയറി കഴിഞ്ഞിട്ട് നാളികേരം പറക്കി കൊണ്ടിടുക, പട്ട വലിച്ചിടാന്ന് പറയുമ്പോൾ അതൊന്നും ഞാൻ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ അമ്മോട് പറയുകയാണ് എനിക്കിത് എങ്ങനെയാണ്. അപ്പോൾ അന്ന് അമ്മ ഒരു കാര്യം പറഞ്ഞു, എല്ലാ പണികളും നമ്മൾ പഠിക്കണതാണ്. അപ്പോൾ അന്ന് തൊട്ട് ചെയ്തു തുടങ്ങിയ ഓരോ കാര്യങ്ങളും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ എന്ത് പണി ചെയ്യുമ്പോഴും എനിക്കൊരു മടിയില്ലാണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഷായേട്ടൻ്റെ അമ്മയുടെ ആ ഒരു വാക്കുകളാണ്. അതിനുശേഷം ഇതുവരെ ഞാൻ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടും കൂടിയില്ല കേട്ടോ. വാ ഫ്ലൈറ്റിന് കൂട്ടാ ഇരുന്നാൽ മതിട്ടാ. അവർക്ക് നമ്മുടെ പിന്നാലെ വരാണ്ടേ അവിടെ ഇരുന്നോട്ടാന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നോളും. പിന്നെ ഈ തെങ്ങിൻ്റെ കടക്കിലേ ഇതേപോലത്തെ ഒരു ചെടി കണ്ടോ. ഇതൊരു ചെടിയാണ്, നല്ല ഭംഗി. ഇതുമ്പോൾ പൂ വിരിഞ്ഞ് നിൽക്കുക. ഒരു പിങ്ക് കളറിലായിരിക്കും പൂവ് കണ്ട വിരിയുമ്പോൾ. ഇവിടെ കളർ കണ്ട വിരിഞ്ഞിരിക്കണേ, നല്ല ഭംഗിയാണ്. പക്ഷെ എല്ലാ വട്ടം തെങ്ങ് കയറുമ്പോഴും നാളേരം വരുമ്പോൾ അതിങ്ങനെ നശിച്ചോണം അമ്മയ്ക്ക് വീണിട്ടുള്ളൊരു നശിച്ച പോലെ ആവും. പക്ഷെ നമ്മൾ നല്ല നിലയ്ക്കും കൊടുക്കുമ്പോൾ വീണ്ടും അതേപോലെ പൂവിടും. ഷായേട്ടനെ പട്ടവെട്ടൽ കഴിഞ്ഞപ്പോൾ ഷായേട്ടന് നാളെ പറിക്കിടാൻ വന്നു. ഈ പ്രാവശ്യം അത് കാര്യമുണ്ടല്ലോ, രണ്ടാളും കൂടി ആയപ്പോഴേ വേഗം കഴിയണ പോലെ തോന്നുന്നുണ്ട്. ഇഷ്ടവും ഷായിട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഇരുന്നോളൂ. കുട്ടിപ്പട്ടാളങ്ങൾക്ക് നാളെ പുതിയത് കിട്ടും. എന്ത് സ്ഥലം പുതിയത് കിട്ടിയ പിന്നെ അതുമേ അവര് രണ്ട് സൈഡിലത്തെ നാളികേരം പട്ടയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞു കേട്ടാ. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ നോക്കിയിരിക്കണത്. ഓരോ വട്ടം ഗേറ്റ് തുറക്കുമ്പോൾ അവർ നോക്കിയിരിക്കും. അല്ല മുത്തേ നീങ്ങ തുറക്കട്ടെ അമ്മ, തുറക്കട്ടെടാ. എടുക്കണോക്കി ഫ്ലൈറ്റ് കൂട്ടാ തുറക്കട്ടെ. കടത്തമ്മനെ ഞാൻ അമ്മനെ കടുത്തു അങ്ങോട്ട് മെസ്സിക്കൂട്ട ഒരു നാളികേരം കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നോക്കിയേ. ആള് കൊണ്ട് പോട്ടെ, നോക്കി കൊണ്ട് പോ. നോക്കിയേ കുട്ടപ്പയ്യേ, നാളേരം കൊണ്ടില്ല കഴിഞ്ഞു. ഇനി ഇവിടെ നോക്കിയത് നമ്മുടെ ഇരുമ്പമ്പുളിയുമേ നിറച്ച് പൂവിട്ട സമയമാണ്. നമ്മുടെ ഇരുമ്പമ്പുളിയുമേ നമുക്ക് എപ്പോഴും ആവശ്യത്തിന് ഇരുമ്പമ്പുളി ഉണ്ടായി കിട്ടിയിട്ട് ഇത് നല്ല പ്രത്യേകതയുണ്ട് ഇരുമ്പമ്പുളിക്ക്. ഇപ്പോൾ പക്ഷേ എല്ലാ വട്ടത്തേക്കാളും കൂടുതൽ ചില സമയത്ത് ഇതേപോലെ നിറച്ചുണ്ടാവും, പിന്നെയുള്ള ടൈമിൽ അധികം ഉണ്ടാവില്ല. പക്ഷെ നമുക്കൊരു ദിവസം ഒരു കറി വെക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പോൾ ഇത് വെച്ച് തന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അത് കാരണം ഈ മുകളിലൊക്കെ നല്ല വലിയ ഇരുമ്പമ്പുളിയോട് നിൽക്കുന്നത്. അപ്പോൾ ഇരുമ്പമ്പുളി ഉണ്ടാവാനായിട്ടേ ഇങ്ങനെയുള്ള ചില്ലകൾ കടയ്ക്ക് വളർത്താതിരിക്കുക കേട്ടോ.
അപ്പോൾ നന്നായിട്ട് പൂവും കൈ പിടിക്കുന്ന പറയണത്. കാരണം ഞാനിങ്ങനെ ചെറിയ ചെറിയ ചില്ലകൾ താഴെ വരുന്നതൊക്കെയും കളയും, കടക്കിലേക്ക് പൂവും കൈ ഉണ്ടാവാനേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചട്ടികളൊക്കെ എടുത്ത് വയ്ക്കലൊക്കെ കഴിഞ്ഞു, ഒരുവിധം വൃത്തിയാവലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങളുടെ നാളേരം പറക്കിയതിലെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഷൈഡം പറഞ്ഞ് നമുക്ക് കരിക്ക് കുടിക്കാമെന്ന്. കരിക്ക് തെങ്ങേറ്റ കരിഞ്ഞുകൊണ്ട് ഇടിപ്പിച്ചതല്ല കേട്ടോ, നമുക്ക് തോട്ടി കൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന രീതിയിലുള്ള തെങ്ങുണ്ട്, അതുമൊത്ത കരിക്ക് ഇട്ടതാ. 18 പട്ടാന്ന് പറയില്ലേ. ഒരു ദാഹം മാറ്റാനായിട്ട് കരിക്കുള്ള കാരണം സുഖാട്ടാ. കരിക്കൊക്കെ കുടിച്ച് ഇനി കൂലിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കില്ലേ. കുട്ടി പട്ടണങ്ങളുടെ ഓടി കേൾക്കണേ ഞങ്ങളവിടെ കണ്ടിട്ട്. ഇന്നത്തെ നമ്മുടെ കറികളില്ലേ പഴയ കാലഘട്ടത്തിൽ പോയി ചേമ്പ് കറിയൊക്കെ അത്ര രസമായിട്ടുള്ള കറിയും നല്ല ഓർമ്മകളാണ് ഇതൊക്കെ. ഉലുവയൊക്കെ പൊട്ടിച്ചിടുമ്പോഴേ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാ വേണോ അല്ലേ. അതൊക്കെ നമ്മളെ ഓർക്കും സൂപ്പർ. ഇതൊക്കെ കഴിക്കുമ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞോണം തന്നെ പഴയ കാലഘട്ടത്തിലേക്ക് തന്നെ പോകും. അമ്മയ്ക്ക് വയ്ക്കുന്ന കാലഘട്ടത്തിലേക്ക് പോയി. ഇപ്പോഴുള്ള പിള്ളേരൊന്നും കഴിക്കണ്ടാവില്ല ഇത്. പുളിക്കറി ഇതൊക്കെ പുളിക്കറി ചോദിക്കും, പക്ഷെ രസമാണത്, നല്ല രസമാണ്. ഇനി നമുക്കുണ്ടല്ലോ ഒരു കസിൻ്റെ കല്യാണം ഉണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം, അതായത് കല്യാണം തലേദിവസമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ആ കല്യാണം എന്താണ്. അപ്പോൾ രാവിലെ എനിക്ക് പോകാൻ പറ്റിയില്ല, ഷായിട്ടും മോനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റിസപ്ഷനാണ് ഞാനിപ്പോൾ പോണത്. അപ്പോൾ അവിടെ ചെന്ന് അപ്പം തന്നെ ആദ്യം ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് ഉണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതേപോലെ തന്നെ രണ്ടാമത്തെ മകനെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം മൂത്ത മകൻ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മൂത്ത മകൻ ഇവിടെ ഇല്ല, അവൻ പഠിക്കാൻ വേണ്ടി ഡൽഹിയിലാണ്, അതുകൊണ്ടാണ് കേട്ടോ അവരെ കാണാത്തത്. പിന്നെ ഈ കല്യാണത്തിന് നമ്മുടെ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ നമ്മുടെ കൺമണിക്കുട്ടി അമ്മയും പ്രീതിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരോടൊക്കെ കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ ഭക്ഷണം വയ്ക്കാനൊക്കെ ആയിട്ട് പോയിട്ട് കഴിഞ്ഞിറങ്ങായി.